രാവിലെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. കിഷോർ മാമനും ഫാമിലിയും ഒക്കെ ഇന്ന് ഇവിടെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി, ചിക്കൻ പൊരിച്ചത് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റിയത്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ്ക്രീമും കഴിച്ചു. മിക്സഡ് ഐസ്ക്രീം ആയിരുന്നു. ഐ മീൻ ഒരു ചോക്ലേറ്റും വാനിലും അങ്ങനെ എന്തോ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീം എടുത്തത്. ബേബിക്ക് പിന്നെ ഐസ്ക്രീം ഇഷ്ടമായതുകൊണ്ട് അവൻ കുറച്ച് നേരം അത് കഴിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ റെഡിയായി. എൻ്റെ അതിനാണ് കുറച്ച് പട്ടിഷോ ചൂടാണ്. എത്ര നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഫുഡൊക്കെ കഴിച്ചതിന് സമയം 4:30 ആയി. ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കാണാം സെയിം ട്വിൻസാണ്. ഇല്ലല്ലോ, നമ്മൾ ജയിൽ പിള്ളേരുടെ ഡ്രസ്സ് പറഞ്ഞ് കുറേ നേരം ട്രോളും. അപ്പോൾ ഞങ്ങളെല്ലാം ട്രോളാണേ. അപ്പോൾ ഇതാ ഇച്ചു റെഡിയായി അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. രാഹുൽ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വേഗം വരാം. ഞങ്ങള് രാഹുലും കുഞ്ഞാലിയും ഞാനും അതിൽ ഇച്ചു ബേബിയും കൂടിയാണ് ഇറങ്ങിയത്. ആദ്യം കുഞ്ഞിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി അവർക്ക് കുറച്ച് ബിരിയാണി കൊടുക്കാനുണ്ടായിരുന്നു. അവർക്ക് ബിരിയാണിയൊക്കെ കൊടുത്ത് ഇച്ചു ബേബി അവരോടൊക്കെ ബായും ടാറ്റയ്ക്ക് പറഞ്ഞ് അവർക്കൊക്കെ ഇച്ചു ബേബിന് ഇഷ്ടമായിരുന്നു. ആൻറ്റി പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയി. ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പറ്റും. പക്ഷേ അത്ര കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. ലിപ്സ്റ്റിക്ക് ട്രയൽ ചെയ്യാൻ പാടില്ല, നെയിൽ പോളിഷ് ട്രയൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ പുറകെ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കി നടന്നതിന് ശേഷം അവിടെ ഉള്ളൊരു മാളിലേക്ക് കയറി. സിറ്റി സെൻട്രൽ മാളോ അങ്ങനെ എന്തോ ഒരു മാളായിരുന്നു. അത്യാവശ്യം നമ്മളെ കുറേ ഷോപ്പൊക്കെ ഉള്ളൊരു മാൾ തന്നെയായിരുന്നു അവിടെ. പിന്നെ അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഉച്ച ബേബി എണീറ്റൊക്കെ പോയായല്ലോ, എണീറ്റ് ഉടനെ. പക്ഷെ നല്ല നല്ല ചുരിദാറൊക്കെ ഉണ്ട് അല്ലേ, കുറേ മെറ്റീരിയലാണ്. ഇവിടെ കുറേ രാജസ്ഥാനി കമ്മൽസോ ബാംഗിൾസോ വാച്ച് റിങ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ആൻറ്റി 2 കമ്മൽ വാങ്ങി. ഞാനും അതിലൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ജസ്റ്റ് നോക്കി, ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മളിതാ ഇതിൻ്റെ ഉള്ളൊരു ഫങ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഐ മീൻ ഫാഷൻ ഷോ എന്തോ നടക്കുന്നുണ്ട് പറഞ്ഞ് നമ്മൾ ഇതിനുള്ളോട് കയറുവാണ്. മാള് വലിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫാഷൻ ഷോ നടക്കുന്നിടത്തേക്കാണ് പോയത്. കണ്ടിവിടെ കുറേ ഷോപ്സൊക്കെ ഓപ്പണാണ്. ഓപ്പൺ പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. മലയാളിയാണോ 2.0 എന്ന് പറഞ്ഞൊരു ഫാഷൻ ഷോ ആണ് അവിടെ നടന്നത്. അപ്പം തന്നെ സമ്മാനദാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ വടംവലി അങ്ങനത്തെ ഓരോ ഗെയിംസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും കാണുന്നില്ല. കുറച്ചേരം ഇത് കണ്ടു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹലോ ഗൈസ്, അങ്ങനെ ഫാഷൻ ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുവാണ്. ഇവിടെ ജസ്റ്റ് ഫാഷൻ ഷോ ഉണ്ട് പറയുമ്പോൾ കയറിയതാണ്. അപ്പം എന്നാൽ ഞങ്ങൾ പോട്ടെ, അവിടെ താഴെ ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോവാണ്. നമ്മൾ എവിടേക്കാ? അവിടേക്കാണ്. ഞാൻ പിന്നെ പറയില്ല. അപ്പം നമ്മളെന്തായാലും പോയിട്ട് ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഫ്ലവർ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയില്ല. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവരൊക്കെ ഇതാ ഇറങ്ങുന്നുണ്ട്. ആകുന്നു. അപ്പോൾ കുഞ്ഞാണ്ടി ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ എന്താ നമുക്ക് നോക്കി നോക്കാം. കൊള്ളത്തില്ലെങ്കിൽ ഞങ്ങൾ വ്ളോഗിൽ പറയുവേ. പാർട്ടി ഉണ്ട് ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ നല്ല രസമല്ലേ? ഇത് നല്ല രസമുണ്ടാണ് വീഡിയോ ഒന്നും എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടല്ലേ. അയ്യോ ഹമ്പുണ്ട്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാതെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഫിലിം എന്തോ വെച്ചോളൂ ഭയങ്കര സൗണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ സൗണ്ടോ സിനിമേൻ്റെ ആണോ എന്തൊക്കെയോ ഒരു സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അവിടേക്ക് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇടാൻ പറ്റില്ല. ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നാലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് വിചാരിച്ച്. സൗണ്ടൊന്നും ഇല്ല, ഫീവറായിരുന്നു. പിന്നെ ഇച്ചു ബേബി ആണെങ്കിൽ രാഹുലിനെ കൈ വിടുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ്റെ കൂടെ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി അവൻ വേണ്ട, പുറത്താണെങ്കിൽ ഫുൾ ടൈം അവൻ്റെ കൈയും പിടിച്ചാണ് നടക്കുന്നത്. പിന്നെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ കടകളാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പാനിപ്പൂരി, ഷവർമ, ജ്യൂസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോരോ ഷോപ്പും ഓരോരോ ഐറ്റംസ് ആയിരുന്നു. ചിലത് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് പാനിപ്പൂരിയൊക്കെ 1-2 ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ ജീപ്സ് ഉണ്ടായിരുന്നു അവിടെ ഓടിക്കാനായിട്ട്. കൂൾ ഡ്രിങ്ക്സോ എന്തൊക്കെയോ 3D ആയിട്ട് കാണാനുള്ള സ്ഥലം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു.
അത് ഞങ്ങളവിടെ നടന്ന് മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞത്. ഇതാണ് കുട്ടിക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇച്ചുബി പിന്നെ ഇതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു രാഹുൽ. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമ്മൾ പുറത്തൊക്കെ പോയ ആ ഒരു ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും അവിടുത്തെ ഒരു ആ വൈബ്, കുറേ ആൾക്കാരുണ്ട്, കുറേ ഫാമിലീസ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ. കണ്ടോ പാർട്ടിയൊക്കെ നടത്താനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് എടുക്കുക, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഐസ്ക്രീംസ് ആയാലും നമുക്ക് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ പ്രോഗ്രാം നടത്താനുള്ള സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഒരു റെസ്റ്റോറൻറ്റ് ഫീലൊക്കെ ഉണ്ട് അപ്പുറത്തേക്കൊക്കെ. എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റിങ് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതാ അതിനോട് വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ചിതാ അങ്ങോട്ടും കൂടെ നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആൻറ്റി രാഹുലൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ നടന്നു വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നതാണ്. അവർക്ക് എപ്പോഴും വന്ന് അറിയുന്ന സ്ഥലമായതുകൊണ്ട് അവരങ്ങനെ വന്നില്ല. പിന്നെ ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ടാണ് അങ്ങോട്ട് എത്തിയത്. അപ്പോഴത്തേക്ക് രാഹുൽ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു പാനിപ്പൂരി വെറൈറ്റി എന്തോ ഒരു പാനിപ്പൂരി ആയിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആദ്യം ഒരു ലേഡി ആയിരുന്നു ഞങ്ങൾക്ക് എടുത്തുതരാൻ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അവരെ മാറ്റിയിട്ട് ഇവർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് ആക്കി തന്നത്. പിന്നെ അവരെന്തൊക്കെയാണ് ഒഴിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഉള്ളി bella bella Io che c'è Cornice സോസൊക്കെ പിന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ്, ആ ഒരു ഗ്രീൻ ചട്നിയോ എന്തൊക്കെയോ ഉണ്ട്. പിക്ചറൊക്കെ പിന്നെ ഇട്ടു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അവരിങ്ങനെ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഗ്ലൗസൊക്കെ ഇട്ട വൃത്തി തരുന്നതുകൊണ്ട് തിന്നാൻ കുഴപ്പമുണ്ടായിരുന്നു. തിന്നാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? ഇച്ചുവിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലുണ്ടായിരുന്ന മിച്ചറിൻ്റെ 1-2 മണി അവനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അവനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ഓറിയോ ഷേക്കും പിന്നെ കിക്കാറ്റോ പിന്നെ വാട്ടർമെലൻ ജ്യൂസ് അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പിന്നെ രാഹുൽ മൊമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഒരു ഷവർമ റോള് പോലത്തെ എന്തൊരു റോള്, നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും മൊമോസ് ഭയങ്കര ചൂടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. മൊമോസിൻ്റെ പുറം ഭാഗം മാത്രം തൊലി എടുത്തിട്ട് ഇച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇച്ചു കുറേ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് അവന് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഷവർമയോ എന്തോ ഒരു റോളായിരുന്നു, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അവിടെ നിന്ന് ചിക്കൻ പീസൊക്കെ പെറുക്കി കൊടുത്തപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാനിതാ ജ്യൂസൊക്കെ മേടിച്ച് വരുന്നുണ്ട്. ഇത് നമ്മളെ ലോട്ടഡ് ഫ്രൈസ് ആയിരുന്നു. എവിടെ പോയാലും ഞങ്ങൾ ആ സാധനം മിസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ലോട്ടഡ് ഫ്രൈസ് ഇവിടുത്തെ കൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. കുറേ ക്രീമൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. ആൻറ്റിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കും അതായിരിക്കും പിന്നെ ലോട്ടഡ് ഫ്രൈസ് ഭയങ്കര ജീവനായതുകൊണ്ട് ഞങ്ങളെ ഒരു കളിയാക്കുമായിരുന്നു. എന്തായാലും ഇച്ചതാ ജ്യൂസൊക്കെ കൊടുത്ത് ക്ലാസ് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ ജീപ്പിൻ്റെ അടുത്ത് പോയപ്പോൾ 2 ഗേൾസ് പോകുന്നുണ്ട്. അവർക്ക് ടാറ്റയും ബൈ ബൈ ഒക്കെ കൊടുത്തതിന് ശേഷം രാഹുൽ അവനെ ഗെയിംസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. അവൻ അവൻ്റെ കൂടെ അങ്ങ് പോകും. ഹലോ ഗായ്സ്, അങ്ങനെ ഫുഡ് കഴിച്ചാൽ റെസ്റ്റ് ചെയ്യാണ്. എൻ്റെ കൂടെ ഉള്ളത് കുഞ്ഞാണ്ടി, അതില്ല ഇച്ചു ഒരു ഗേൾസിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. രാഹുൽ പെണ്ണായോ? അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് രാഹുലും പോയിട്ടുണ്ട്. ഗായ്സ് കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ രാഹുൽ ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ കുട്ടികളെ പ്ലേ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കയറാണ് ഇരിക്കുന്നത്. അവിടെ കളിക്കുന്നുണ്ട്. ബോൾ എടുത്ത് എറിയുമായിരിക്കും ബോൾ കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബോൾ അധികം വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ തൊട്ടാ അമർന്ന് പോകുന്ന ആ ടൈപ്പ് ബോളായിരുന്നു. കുറച്ചേരം അവിടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ വേറെ ഓരോ ഗെയിംസിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 1-2 സാധനത്തിൽ അവൻ കയറിയതുമില്ല. അവർ പേടിയായിട്ട് അവൻ കയറിയില്ല. ഇതൊന്നൊക്കെ ഞങ്ങൾ വേഗം അവൻ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവന് ഇഷ്ടമല്ലാണ്ട് പിന്നെ വെറുതെ ഇരുത്തിരി കാര്യമല്ലോ പറഞ്ഞ്. ഇതൊക്കെ ഒരു 1-2 ടൈം കയറല്ലാണ്ട് അത്ര വലിയ കയറണം എന്ന് പറഞ്ഞാൽ നിന്നിട്ടൊന്നുമില്ല. ബോളിൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു ട്രെയിൻ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ ഈ സാധനമാണ് അവർ ഞങ്ങൾ എത്ര നോക്കിയിട്ട് അവൻ കയറുന്നുണ്ടായിരുന്നില്ല. ആദ്യം കയറാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, പേടിയായിരുന്നു. പിന്നെ അതിൽ ഒരു പ്രാവശ്യം നിരക്കിയതിന് ശേഷം പിന്നെ അവന് കയറാൻ ഇഷ്ടമായി. പിന്നെ വേറൊരു കുട്ടി വന്നതിൽ കയറിയപ്പോൾ ആ കുട്ടീനോട് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ കുട്ടി തിരിച്ച് അവൻ തന്നെ കയറാൻ സമ്മതിച്ചു. ഇതൊന്നും അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇച്ചിൻ്റെ കാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഇച്ചു അവസരം ചെരുപ്പൊക്കെ ഒന്നും ഇടാണ്ടാണ് പോയത്. ഓനും ടയേർഡായി കളിച്ച് ഞങ്ങൾ പോട്ടെ. ഇനി നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്കല്ലേ? വീട്ടിലേ പോട്ടെ. മധുമാമനൊക്കെ കിഷോമാമൻ്റെ വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കിഷോമാമൻ്റെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കിഷോമാമൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം ഇച്ചും രാഹുലൊക്കെ അവിടെ ഊഞ്ഞാലടി കളിച്ചു കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേഗം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അയ്യോ സ്കൂളിൽ പോയാ? നമ്മൾ പോവാണേ. രാഹുൽ മാറി മധുമാമനായി കൊണ്ടുവന്നപ്പോ അങ്ങനെ കുഞ്ഞു അതേ പൊസിഷനിൽ. വീട്ടിലെത്തി ഞങ്ങൾ ഫ്രഷായി ഫുഡ് കഴിച്ചു. ആൻറ്റി വേറെ എന്തെങ്കിലും വേണോ വെച്ചപ്പോൾ ഞങ്ങൾ വേണ്ട പറഞ്ഞു. ഞങ്ങൾ നേരെ കുറച്ച് ബിരിയാണിയും ഒക്കെ കഴിച്ചു. ഇച്ചു ബേബി അവിടെ ഉണ്ട്, ഫ്രഷായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാഹുൽ ചിക്കൻ കൊടുക്കുമ്പോൾ കൈക്കൂലിയായിട്ട് ഇച്ചുൻ്റെ ഉമ്മയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡേ. അപ്പോൾ സെക്കൻഡ് ഡേ ആയിരുന്നു ഇത്. ഇനിയൊരു ഡേയും കൂടി ഉണ്ട്, നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയ ഒരു ഡേയും കൂടി ഉണ്ട്. പിന്നെ റിട്ടേൺ വരുന്നതും കൂടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇത്രയും നല്ല വീഡിയോസ് ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.